Statements in C++. +1 കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾ, +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ C++ന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++ എന്ന ടോപ്പിക്ക്. പൊതുപരീക്ഷയ്ക്ക് പലപ്പോഴും ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാറുണ്ട്, ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഇന്ന് നമുക്ക് ആദ്യം C++ലെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പരിചയപ്പെടാം. The smallest executable unit in a C++ program is called statement. ഒരു C++ പ്രോഗ്രാമിലെ ഏറ്റവും ചെറിയ എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനിയും സ്റ്റേറ്റ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് എവറി സ്റ്റേറ്റ്മെന്റ് ഇൻ C++ ഈസ് ടെർമിനേറ്റഡ് ബൈ സെമികോളൻ. C++ലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും സെമികോളൻ എന്ന പഞ്ച്വേറ്ററിലാണ് എൻഡ് ചെയ്യുന്നത്. പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും നമുക്ക് ഈ ഒരു ചെറിയ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എവറി സ്റ്റേറ്റ്മെന്റ് ഇൻ C++ ഈസ് ടെർമിനേറ്റഡ് ബൈ ഡാഷ് എന്ന ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. C++ലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും സെമികോളനാണ് ടെർമിനേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുക. സെമികോളൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ടോക്കൺ. സെമികോളൻ ടോക്കൺ ആണ്. പഞ്ച്വേറ്റർ എന്ന ടോക്കണിനകത്താണ് സെമികോളൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ C++ പഠിച്ചപ്പോൾ ടോക്കണുകളെ 5ആയി ക്ലാസിഫിച്ചിരിക്കുന്നു. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അങ്ങനെ പഞ്ച്വേറ്റർ എന്ന ടോക്കണിനകത്താണ് സെമികോളൻ ഉൾപ്പെടുന്ന പഞ്ച്വേറ്റർ ഉൾപ്പെടുന്നത്. കോമ ഒരു ടോക്കൺ ആണ്. ഇനിയും C++ സ്റ്റേറ്റ്മെന്റുകളെ പൊതുവെ 4ആയി ക്ലാസിഫിച്ചിരിക്കുന്നു. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, പ്രീ പ്രോസസ് സ്റ്റേറ്റ്മെന്റ്. അവിടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് കീബോർഡിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. CNA എന്ന് പറയുന്ന ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. COUT A എന്ന സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നു. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇന്റ് P = 3.14 എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. P എന്ന് പറയുന്ന ഇന്റിജർ വാല്യൂവിനെ ഡിക്ലെയർ ചെയ്യുന്നു. പ്രീ പ്രോസസ് സ്റ്റേറ്റ്മെന്റ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഹെഡർ ഫയലുകളെ C++ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്രീ പ്രോസസ് ഡയറക്റ്റീവ് പോലെയുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. എല്ലാ പ്രീ പ്രോസസ് സ്റ്റേറ്റ്മെന്റുകളും ഹാഷ് ഇൻക്ലൂഡ് എന്ന സിംബലിലാണ് തുടങ്ങുന്നത്. ഹാഷ് ഇൻക്ലൂഡ് എന്ന സ്റ്റേറ്റ്മെന്റിലാണ് തുടങ്ങുന്നത്. ഹാഷ് എന്ന സിംബലിലാണ് പ്രീ പ്രോസസ് ഡയറക്റ്റീവ് തുടങ്ങുന്നത്. ഇനി ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ എ വേരിയബിൾ ഓർ കോൺസ്റ്റന്റ്. വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇന്റ് എ എന്ന സ്റ്റേറ്റ്മെന്റ് ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ എ എന്ന് പറയുന്ന ഇന്റിജറിനെ ഡിക്ലെയർ ചെയ്യുന്നു. കോൺസ്റ്റ് ഇന്റ് P = 3.14 എന്ന് പറയുന്നതും ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലിറ്ററിനെ ഡിക്ലെയർ ചെയ്യുന്നു. ഒരു ഇന്റിജർ കോൺസ്റ്റന്റ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. എല്ലാ കോൺസ്റ്റന്റുകളെയും ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി CONST എന്ന കീബോർഡ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് ഡാഷ് കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ എ കോൺസ്റ്റന്റ് ഇൻ C++. C++ൽ കോൺസ്റ്റന്റുകളെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് CONST. ഈ ഒരു ചോദ്യം പ്രീവിയസ് ചോദ്യമായിട്ടും പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു എക്സ്പെക്റ്റഡ് ചോദ്യം നോക്കാം. ഡാഷ് ആർ ടോക്കൺസ് ഹൂസ് വാല്യൂ ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിംഗ് പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ടോക്കണുകളെയാണ് കോൺസ്റ്റന്റുകൾ അല്ലെങ്കിൽ ലിറ്ററൽ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ആർ ടോക്കൺസ് ഹൂസ് വാല്യൂ ചേഞ്ചസ് ഡ്യൂറിംഗ് പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ടോക്കണുകളെയാണ് വേരിയബിൾ എന്നറിയപ്പെടുന്നത്. വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു, എന്നാൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ലിറ്ററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്തൊരു എക്സ്പെക്റ്റഡ് ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റ് A = 10 ആൻഡ് കോൺസ്റ്റ് ഇന്റ് A = 10? ഇതൊരു പ്രീവിയസ് ചോദ്യം കൂടിയാണ്. ഇന്റ് A = 10 എന്ന സ്റ്റേറ്റ്മെന്റ് ഒരു ഇന്റിജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നു, ഇനിഷ്യലൈസ് ചെയ്യുന്നു. A എന്ന് പറയുന്ന വേരിയബിളിനെ 10 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതൊരു ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. കോൺസ്റ്റന്റ് A = 10 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു ഇന്റിജർ കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുന്നു. അതിന്റെ ഇനിഷ്യൽ വാല്യൂ 10 ആണ്.
നേരത്തെ നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല. സോ ദ സ്റ്റേറ്റ്മെന്റ് int a is equal to 10 declares an integer variable with value 10. The statement constant a is equal to 10 declares an integer constant with initial value 10. ഇങ്ങനെയാണ് നമ്മൾ പൊതുപരീക്ഷയ്ക്ക് ഉത്തരം എഴുതേണ്ടത്. ഇനി നമുക്ക് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു എൻ്റർ ഡാറ്റ. ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിനെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആ ഓപ്പറേറ്ററിനെ രണ്ട് പേരിൽ അറിയപ്പെടുന്നു. ഒന്ന് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്ന് അറിയപ്പെടുന്നു. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ്, റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അവിടെ സീൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൂടാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സീൻ എന്ന് പറയുന്നത് കീബോർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇൻപുട്ട് ഒബ്ജക്റ്റ് ആണ് സീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ റിസൾട്ട് ടു ദ യൂസർ. യൂസറിന് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പുട്ട് ടു ഓപ്പറേറ്റർ. ഈ രണ്ട് ഓപ്പറേറ്ററെയും രണ്ട് വ്യത്യസ്തമായ വർഷങ്ങളിൽ പ്രീവിയസ് ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എക്സ്ട്രാക്ഷൻ ഓർ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പുട്ട് ടു ഓപ്പറേറ്റർ. ഇത് രണ്ടും ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ്. ഇനി നമുക്ക് സീൻ സി ഔട്ട് എന്ന് പറയുന്ന രണ്ടുപേരെ പരിചയപ്പെടാം. സീനും സി ഔട്ടും രണ്ട് പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റുകളാണ്. സീൻ എന്ന് പറയുന്നത് കീബോർഡിന്റെ ഇൻപുട്ട് ഒബ്ജക്റ്റ് ആണ്. സി ഔട്ട് എന്ന് പറയുന്ന മോണിറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഒബ്ജക്റ്റ് ആണ്. ഇനിയും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം സീനും സി ഔട്ടും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് IO stream എന്ന ഹെഡർ ഫയൽ. ഈ IO stream എന്ന ഹെഡർ ഫയലാണ് ഈ രണ്ട് ഒബ്ജക്റ്റുകളെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏത് പ്രോഗ്രാം എഴുതുമ്പോഴും #include IO stream എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു #include IO stream എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോസസ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. C++ പ്രോഗ്രാമിനകത്ത് ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് #include എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. #include എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെ പലപ്പോഴും നമ്മൾ പ്രീ പ്രോസസ് ഡയറക്റ്റീവ് അല്ലെങ്കിൽ കമ്പൈലർ ഡയറക്റ്റീവ് എന്ന പേരിലാണ് നമ്മൾ അറിയുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സീൻ എന്ന് പറയുന്നത് കീബോർഡ് ഒബ്ജക്റ്റ് ആണ്. സി ഔട്ട് എന്ന് പറയുന്നത് മോണിറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഒബ്ജക്റ്റ് ആണ്. ഇനി നമുക്ക് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പരിചയപ്പെടാം. ദ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ ഓർ കോൺസ്റ്റന്റ്. ഒരു വേരിയബിളിന് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് അസൈൻമെന്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ഒരു ഈക്വൽ ടുവിനെയാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നറിയപ്പെടുന്നത്. എന്നാൽ രണ്ട് ഈക്വൽ ടുവിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വാളിറ്റി ഓപ്പറേറ്റർ. പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ഈ ഒരു രൂപത്തിൽ ചോദ്യം കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ ഈക്വൽ ടു ആൻഡ് ഡബിൾ ഈക്വൽ ടു? അപ്പൊ നേരത്തെ പറഞ്ഞു സിംഗിൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഒരു വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വാളിറ്റി ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഇഫ് ദ വാല്യൂ ഈസ് ഈക്വൽ ടു ഓർ നോട്ട്. ഒരു വേരിയബിളിന്റെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ അതിന് ഇക്വലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഇക്വാളിറ്റി ഓപ്പറേറ്റർ. ഇക്വാളിറ്റി ഓപ്പറേറ്ററിനെ നമ്മൾ ഡബിൾ ഈക്വൽ ടു വെച്ചാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി നമ്മൾ പറഞ്ഞു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ ഓർ കോൺസ്റ്റന്റ്. വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഒരു ബൈനറി ഓപ്പറേറ്റർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത ഒരു ആക്ഷൻ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി C++ യൂസ് ചെയ്യുന്ന സിമ്പലാണ് ഓപ്പറേറ്റർ. ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ഓപ്പറാൻഡ്. ഓപ്പറാൻഡിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി. യൂണറി ഓപ്പറേറ്ററിന്റെ പ്രത്യേകത സിംഗിൾ ഓപ്പറാൻഡിൽ ആക്ട് ചെയ്യുന്ന ഒറ്റ ഓപ്പറാൻഡ് മാത്രം യൂസ് ചെയ്യുന്നു. രണ്ട് ഓപ്പറാൻഡ് യൂസ് ചെയ്താൽ അതിനെ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുന്നു. മൂന്ന് ഓപ്പറാൻഡ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ മൂന്ന് ഓപ്പറാൻഡിൽ ആക്ട് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ടെർണറി ഓപ്പറേറ്റർ. അങ്ങനെ നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഒരു ഓപ്പറേറ്ററിന്റെ പ്രത്യേകത ഓപ്പറേറ്റർ ഈസ് എ സിമ്പിൾ വിച്ച് പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു പ്രത്യേക ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന C++ സിമ്പിൾ ആണ്
ഓപ്പറേറ്റർ എന്നറിയപ്പെടുന്നത്. ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ഓപ്പറാൻഡ്. നമ്മൾ ഈ ഒരു ബേസിക്സ് വളരെ കാര്യമായി മനസ്സിലാക്കി എടുക്കുക. സ്റ്റേറ്റ്മെന്റ്സ് ഇൻ C++.